Welcome back to Chris and Diary. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഞങ്ങളൊരു വാക്കിംഗ് പാൻ മേടിച്ചായിരുന്നു, കുറേ നാളായി മേടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഫൈനലി ആണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാണ് ആ വാക്കിംഗ് ട്രെഡ്മിൽ. ഇത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രെഡ്മില്ലാണ്. 3-in-1 ഫോൾഡിംഗ് ടൈപ്പ് ഒരു ട്രെഡ്മിൽ ആണിത്. ഈ കമ്പനിയുടെ പേര് ഞങ്ങൾ മേടിച്ചത് മൊബോവി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഞങ്ങൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ആമസോൺ UK എന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നു. പിന്നെ അൺബോക്സിങ് കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും എന്താണ് നമ്മുടെ ഈ ചാലഞ്ച്. സോ ഫസ്റ്റ് നമ്മൾ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഇതാണ് താഴെ കാണുന്ന ഇത്രയും വലിയൊരു പാക്കേജാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം 15 kg ഒരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മൊബോവി ഹോമിന്റെ ഒരു ട്രെഡ്മിൽ പ്ലസ്. നോർമൽ ട്രെഡ്മിലും ഉണ്ട്, ട്രെഡ്മിൽ പ്ലസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ മേടിച്ചത് ട്രെഡ്മിൽ പ്ലസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലെ. വലിയൊരു പാക്കേജിംഗ് ആണ്. ഇതെനിക്ക് തോന്നുന്നു ടൂൾ ബോക്സ് ആണെന്ന് തോന്നുന്നു. അത് മാനുവൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ചാർജബിൾ ടൈപ്പാണ്. അപ്പോൾ ചാർജർ ഉണ്ട്. ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു റിമോട്ട് കൺട്രോളും കൂടി ഉള്ള ഒരു ടൈപ്പ് ട്രെഡ്മില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഒരു കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. തെർമോകോൾ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ ഇത് പാക്ക് ചെയ്ത് UK ന്ന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി പുറത്തെടുത്തതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ ഇതാണ് മൊബോവി ഹോം എന്നാണ് ഈ കമ്പനിയുടെ പേര്, മൊബോവി ഹോം. അപ്പൊ അതിന്റെ ട്രെഡ്മിൽ പ്ലസ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. ഇവിടെ മാത്രം ചെറുതായിട്ടൊരു ഒരു ഗ്ലോസി ലുക്ക് ഉണ്ട്. ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്, മാറ്റ് ഫിനിഷ് ഉള്ളത്. അപ്പൊ നല്ല രസമുണ്ട്, നല്ല ക്ലാസിക് ലുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഫസ്റ്റ് ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഫിക്സിങ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇനി നമ്മൾ മാനുവൽ ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കണം. അപ്പൊ മാനുവൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റപ്പിലോട്ട് കടക്കാം. സെറ്റപ്പില് കാണിക്കുന്നത് സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രെഡ്മിൽ ജസ്റ്റ് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഈ സംഭവം ഇതെന്താ എനിക്ക് പേരറിയില്ല. അപ്പൊ ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഈ ട്രെഡ്മിലിന്റെ ഈ ഹാൻഡിൽ ജസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 2 കടക്കാം. ഇനി നമ്മുടെ സ്റ്റെപ്പ് 2 ആണ്. അപ്പോൾ ഈ ട്രെഡ്മിലിന്റെ സൈഡിൽ ഒരു ഫോൾഡിംഗ് ഹാൻഡിൽ ഉണ്ട്. അപ്പൊ ഫോൾഡിംഗ് ഹാൻഡിൽ നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്രെഡ്മിലിന്റെ ഹാൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ സ്റ്റെപ്പ് 2 ഇത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു സ്റ്റെപ്പ് 3. ഇനി സ്റ്റെപ്പ് 3 ആണ്. ഇതാണ് ഫോൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഫോൺ ഹോൾഡർ. അപ്പോൾ ഇതിൽ 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് 2 ബ്ലാക്ക് കളർ സ്ക്രൂ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ മറ്റേതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ആക്കുന്നു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സെക്യൂരിറ്റി ലോക്കും കൂടി ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് നമുക്ക് ഈ ട്രെഡ്മിലിന്റെ അടിയിൽ അത് മാഗ്നറ്റിക് സപ്പോർട്ടായിട്ട് ഫിക്സ് ആയിക്കോളും തന്നെ. സെക്യൂരിറ്റി ലോക്കിന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ലോക്ക് നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഇതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എമർജൻസി സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെക്യൂരിറ്റി ലോക്ക്. നമ്മളിങ്ങനെ ഈ ട്രെഡ്മില്ലിൽ അത്യാവശ്യം നല്ല പേസിൽ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് വല്ല ട്രിപ്പ് ഓർ ഫോൾ തലചുറ്റലോ അല്ലെങ്കിൽ ഈ ഓടുന്നതിന്റെ ഭാഗമായിട്ട് വീണാലോ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ക്ലിപ്പ് ഡിറ്റാച്ച് ആവുകയും നമ്മളെ ഒരു ഇഞ്ചുറിയിൽ നിന്നും സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ഒരു ബെനിഫിറ്റ്. ഒരു ചൈൽഡ് സേഫ്റ്റിയും കൂടിയാണത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഈ ചാർജിങ് കേബിൾ നമ്മൾ ഈ ട്രെഡ്മില്ലിൽ വെച്ചിട്ട് പവർ ഓൺ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ ഒരു ചാർജിങ് കേബിൾ. ഇത് യൂറോപ്യൻ പ്ലഗ് ആണ്. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മൾ ട്രെഡ്മിൽ വെച്ച സ്ഥലം അൺഈവൻ ആണെങ്കിൽ, ഗ്രൗണ്ട് അൺഈവൻ ആണെങ്കിൽ, ഇത് ട്രെഡ്മിലിന്റെ ഒരു മിഡിൽ ആയിട്ട് ഫുട് പാഡ്സ് ഉണ്ട്. ആ ഫുട് പാഡ്സ് നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. എത്രയും ക്ലോസ് ആവുന്നു അത്രയും ഇത് സ്റ്റേബിൾ ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റെപ്പ് 5.
അതോടെ നമ്മുടെ ട്രെഡ്മില്ലിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വെറും സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇത് ഒന്ന് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ആർക്കും ചെയ്യാം, ഈസിയാണ്. അപ്പൊ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കിയാലോ. ഇവിടെ ഒരു LED പാനലാണ് ബ്ലാക്ക് കളറിൽ. അവിടെ നമുക്ക് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, കാലറി ഈ 4 ഐറ്റംസും ഇവിടെ നമുക്ക് ഈ പാനലിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ബട്ടൺസ് ഉണ്ട്. ഇവിടെ സ്പീഡ് 3, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, 6 ആൻഡ് പ്ലസ് സ്പീഡ് കൂട്ടാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 3ഉം 6ഉം നമുക്ക് ഈസി ആയിട്ട് 3യിൽ നിന്ന് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ 6ൽ നിന്ന് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള രീതിയിൽ അവർ വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഈ ട്രെഡ്മില്ലിന്റെ ഈ ഹാൻഡിൽ ബാർ ഒന്ന് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഫോൾഡബിൾ ഈ ഹാൻഡിൽ ഉണ്ടല്ലോ, ഈ ഹാൻഡിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ജസ്റ്റ് ഈ ട്രെഡ്മില്ലിന്റെ ഹാൻഡിലിന്റെ അതേപോലെ തന്നെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇത് വെക്കുന്നു. അപ്പൊ അതോടെ ഈ ട്രെഡ്മില്ലിന്റെ ഹാൻഡിൽ സ്റ്റേബിൾ ആയിട്ട് കിട്ടും. സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ നടപ്പ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. ഇനി നമ്മൾ കുറച്ചും കൂടി സ്പീഡാക്കി അപ്പൊ നല്ല സ്പീഡുണ്ട് അത്യാവശ്യം. നല്ല സ്പീഡുണ്ട് ഗൈസ്. 3 കാലറി എന്റെ കുറഞ്ഞു. സ്പീഡ് 4 ആണ്. താഴത്തെ ഡിസ്പ്ലേയിൽ 1 by 1 ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോ ഇപ്പൊ ടൈം ആണ് കാണിക്കുന്നത് 1 minute 56 സെക്കൻഡ്. ഇപ്പൊ ഡിസ്റ്റൻസ് 0.11. ഇനി അടുത്തത് നമുക്ക് കാലറി 6 കാലറി ബേൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടും ഇത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇനി മോബോവി ട്രെഡ്മിൽ പ്ലസിനെ കുറിച്ച് പറയാൻ പോവാണ്. ഇതിൽ 3 മോഡ്സ് ആണുള്ളത്. ഒന്ന് വർക്ക് സ്റ്റേഷൻ മോഡ്. ഇപ്പൊ നമ്മൾ കൂടുതൽ പേര് ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വർക്ക് ഫ്രം ഹോം ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഫ്രം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമുള്ളൊരു സംഭവമാണ് വർക്ക് സ്റ്റേഷൻ മോഡ്. അപ്പോൾ അതിന്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 to 6 കിലോമീറ്റർ ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് മോഡ്. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് വാക്കിംഗ് മോഡ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ്, ഇതിന്റെ പേര് തന്നെ വാക്കിംഗ് പാഡ് ആണ്. അപ്പോൾ 1 to 6 കിലോമീറ്റർ ആണ് അതിൽ കവർ ആവുക. മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് റണ്ണിങ് മോഡാണ്. അപ്പൊ റണ്ണിങ് മോഡ് എന്ന് പറയുന്നത് 1 to 12 കിലോമീറ്റർ ഇതിൽ പോസിബിൾ ആണ്. അതാണ് എനിക്ക് മോബോവി എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ. അപ്പൊ എനിക്ക് വാക്കിംഗ് പാഡ് മതിയെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് റണ്ണിങ് മോഡ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ ടേബിളിന്റെ അടിയിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഇതിന്റെ 3 ഡിഫറെന്റ് മോഡ്സ്. ഈ ട്രെഡ്മില്ലിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു റിമോട്ട് കൺട്രോളും കിട്ടും. അതൊരു യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോളും ഉണ്ട്, അതോടൊപ്പം തന്നെ ബട്ടൺ കൺട്രോളും ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ നോയ്സ് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ 60 ഡെസിബിൾ ആണ് ഇതിന്റെ നോയ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി 120 kg ആണ്. അപ്പോൾ മിക്ക മോഡൽസും ഞാൻ നോക്കിയപ്പോൾ 100 kg ആണ്. ഇതിനകത്ത് 120 kg വരെ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ സ്പീഡ് റേഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 to 12 km/h ആണ്. ഇതിന്റെ റണ്ണിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ 42 സെന്റിമീറ്ററും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 102 സെന്റിമീറ്ററും ആണ്. അപ്പൊ 42 into 102 അത്യാവശ്യം ഒരു റണ്ണിങ് ഏരിയ ഉണ്ട് വെൻ കമ്പയർഡ് ടു ബാക്കിയുള്ള കുറെ മോഡൽസ്. അപ്പോൾ അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 ലെയർ ബെൽറ്റ് ആണ് ഈ റണ്ണിങ് ബെൽറ്റ് ഉള്ളത്. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇതിനകത്ത് നമുക്ക് വെർച്വൽ ട്രെഡ്മിൽ ട്രെയിനിങ് ഉണ്ട്. ഇതിന്റെ തന്നെ ആപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് മേടിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞങ്ങൾ അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ നല്ല പുറത്തൊക്കെ അത്യാവശ്യം നല്ല കോൾഡ് ആണ്. പല മന്ത്സും വിന്റർ ടൈം ആണെങ്കിലും ഓട്ടം ആണെങ്കിലും അത്യാവശ്യം നല്ല കോൾഡ് ആണ്. അപ്പൊ പുറത്തു പോകാൻ റൺ ചെയ്യാനാണെങ്കിലും വാക്ക് ചെയ്യാനാണെങ്കിലും പൊതുവേ നമുക്ക് എനിക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ
ഈസി ആയിട്ട് നമ്മുടെ ഗോൾ ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഞങ്ങൾ ഇത് മേടിച്ചത്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് €230 ആണ് റഫ്ലി വന്നത്. പല ട്രെഡ്മില്ലും പല കോസ്റ്റ് ആണ്. ക്ലൈൻ ഉള്ള ട്രെഡ്മിൽ ഉണ്ട്, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള ട്രെഡ്മിൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മേടിച്ചതിന്റെ കോസ്റ്റ് ഈ മൊബോവി ഹോം 3-in-1 ഫോൾഡബിൾ ട്രെഡ്മിൽ പ്ലസിന്റെ കോസ്റ്റ് €231 ആണ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ മൊബോവി ഹൗസ് ട്രെഡ്മിൽ പ്ലസിന്റെ അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലെറ്റ്സ് ഗോ ടു അവർ 30 days വെയിറ്റ് ലോസ് ചാലഞ്ച്. ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ഉദ്ദേശം എന്നെ മോട്ടിവേറ്റ് ആണ് പ്രധാനമായിട്ടും. അപ്പൊ അതിനോടൊപ്പം ഞാൻ നിങ്ങളോടും കൂടി പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതും അതൊരു നിർബന്ധമൊന്നുമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ പ്ലാൻ ഞാൻ പറയാം. 30 days ഞാൻ തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന February 10th മൺഡേ ആണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ February 10th തൊട്ട് ഒരു March 12 ആയിരിക്കും 30 days. അപ്പൊ ആ 30 daysൽ ഞാൻ 2 ടാർഗറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റെപ്പ് ടാർഗറ്റ് ആൻഡ് രണ്ടാമത്തേത് വാട്ടർ ടാർഗറ്റ്. ഈ 2 ടാർഗറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ 30 days വെയിറ്റ് ലോസ് ചാലഞ്ച്. പിന്നെ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിന് ഞാനൊരു ടാർഗറ്റ് വെയിറ്റ് ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. അല്ലാണ്ട് ഞാൻ 5 kg കുറയ്ക്കുന്നു 10 kg കുറയ്ക്കുന്നു ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് മാത്രമാണ് ഇത്. അപ്പോൾ എന്റെ പ്ലാൻ ഇപ്പൊ എന്റെ കറന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ എന്റെ കറന്റ് വെയിറ്റ് 65.7 kg ആണ്. അപ്പോൾ എനിക്കറിയില്ല ഈ 30 days കഴിയുമ്പോൾ ഇത് കുറയോ ഇത് കോൺസ്റ്റന്റ് ആവോ എനിക്കൊന്നും അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ലെറ്റ്സ് ഗോ ടു ദ 2 targets. ദ ഫസ്റ്റ് ടാർഗറ്റ് ഇസ് സ്റ്റെപ്സ് ടാർഗറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് 10,000 steps ആണ് പെർ ഡേ. ഇനി 10,000 steps ചിലപ്പോൾ പറയാൻ പറ്റില്ല. ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ബിസി ഡേ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കംഫർട്ടബിളി നമുക്ക് 10,000 steps ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീക്കെൻഡിലായിരിക്കും നമുക്ക് 10,000 എത്താൻ പറ്റാത്ത ദിവസങ്ങൾ കമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ വീക്കെൻഡിലായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ മാക്സിമം ലെറ്റ്സ് ട്രൈ ആർ ബെസ്റ്റ് ടു അച്ചീവ് 10,000 steps per day. Okay, so that's target number 1. Second target is water intake. അപ്പൊ അതിന്റെ സോഴ്സ് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫോർമുല ആയിരിക്കും, വാട്ടർ ഇൻടേക്കിന്റെ ഒരു ഫോർമുല. അപ്പോൾ ആ വാട്ടർ ഇൻടേക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഇൻ kg ഇൻ LBS, നമ്മുടെ kgയിലുള്ള വെയിറ്റ് നമ്മൾ LBSലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ LBSലുള്ള നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 15 is equal to the number of water intake in ounces per day. എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65.7 kg ആണ്. അത് നമ്മൾ LBSൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 144.9 LBS ആവും. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ 2 is equal to 72.45. അതിന്റെ കൂടെ we have to add plus 15. That gives us 87.45 ounces. 87.45 of water per day ആണ് എൻ്റെ ഒരു വെയിറ്റിന് വേണ്ടത്. ഇനി നമ്മൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് 2.59 ലിറ്റർ. അപ്പൊ എൻ്റെ ഈ വെയിറ്റിന് 65.7 kg വെയിറ്റിന് വേണ്ടത് ഒരു 2.59 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ വെയിറ്റ് കൺവേർട്ട് ചെയ്ത് ഈ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട് എത്ര വാട്ടർ ആണ് നിങ്ങൾക്ക് കുടിക്കേണ്ടതെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ ടാർഗറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടാർഗറ്റ് ഇസ് 10,000 steps per day ആൻഡ് ദ സെക്കൻഡ് ടാർഗറ്റ് ഇസ് വാട്ടർ ഇൻടേക്ക് ബേസ്ഡ് ഓൺ യുവർ വെയിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ 2 targets. ഈ ഓപ്ഷണലാണ് ഒരു ടാർഗറ്റും കൂടി ഞാൻ പറയാം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. സോ ഞാൻ ചെയ്യുന്നത് ബേസിക്കലി ഞാൻ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എടുക്കാറുണ്ട് ആൻഡ് മാക്സിമം ഞാൻ എൻ്റെ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ വേ റൗണ്ടും ചെയ്യാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ചും ഡിന്നറും എടുക്കാം. ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ അത് എടുക്കുക. സോ അതൊരു ഓപ്ഷണൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് ലെറ്റ്സ് ഓൾ ട്രൈ ടു ഗെറ്റ് ദിസ് 2 targets. ഇനി ലെറ്റ്സ് ഗെറ്റ് ടു ഹൗ വി ആർ ഗോയിങ് ടു ഡു ദിസ് ആൻഡ് എങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കമന്റ് ഇടും. ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ day 1 10,000 steps ആൻഡ് 2.58 വാട്ടർ. ഇൻ കേസ് ഞാൻ അത് ചെയ്തെങ്കിൽ ഞാൻ അതിടും. ആൻഡ് ആ കമന്റ് തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ പോയിട്ട് എഡിറ്റ് ചെയ്യും. day 2 അപ്പോൾ ഓൾറെഡി എൻ്റെ 10,000 അവിടെ കിടക്കുന്നുണ്ട് day 1ന്റെ, ഫോളോഡ് ബൈ day 2 day 3 അങ്ങനെ ഫുൾ നമ്മൾ ആ കമന്റ് തന്നെ എഡിറ്റ് ചെയ്തിട്ട്
ലെറ്റ്സ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഫ്രം day 1 to day 30. അപ്പൊ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആ ഒരു ഡേറ്റ വി ആർ പുട്ടിങ് ഇറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ്, ഈ ഒരു 30 days വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കാന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നമ്മൾ പരസ്പരം ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം എനിക്ക് ഒട്ടുമില്ലാത്തൊരു കാര്യമാണ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത്. എനിക്കറിയാം നമുക്ക് നമ്മുടെ ലൈഫും നമ്മുടെ വർക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് നെക്സ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ തിങ്ക് വി നീഡ് എ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും ലെറ്റ്സ് സേ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ എന്ന് നമുക്ക് പറഞ്ഞ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഈ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് 30 days വെയിറ്റ് ലോസ് ചാലഞ്ച് നമുക്ക് ചെയ്യാം. സോ ഹോപ്പ് യു ഗോട്ട് ദ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഇറ്റ്. ആൻഡ് ഞാൻ പരമാവധി ഇത് ട്രൈ ചെയ്യാൻ നോക്കും. ഇതൊരു വാഗ്ദാനമല്ല, പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ ഡേറ്റ് മറക്കണ്ട. സോ ലെറ്റ്സ് ഓൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓൺ February 10th. February 10th is our starting date. Complete this 30 days challenge by doing the step count and also the water intake count until March 12th. So let's all do it together and let's have a healthy lifestyle, okay? So അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ hope you guys enjoyed and hope you will start doing the 30 days challenge along with me. എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് നമുക്ക് ചെയ്യാം. And hope you also like the unboxing video. So അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ guys. So stay tuned for yet another video from Chris and Diary. Bye bye.